അതെ, ശബരിമല മോഷണ കേസിൽ പ്രതികൾ ഓരോരുത്തരായിട്ട് ജാമ്യം തേടി പുറത്തിറങ്ങുകയാണ്. ഈ കേസിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് സാങ്കേതികമായിട്ട് കുറച്ച് പ്രതികൾക്ക് ജാമ്യം കിട്ടി, മറ്റ് പ്രതികൾക്ക് അന്വേഷണത്തിലെ പോരായ്മകൾ കൊണ്ട് ജാമ്യം കിട്ടുന്നു. ഭരണ നേതൃത്വം പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ശബരിമല കേസിൽ CPM-ന്റെ ഭരണ സംവിധാനത്തിന്റെ ഉന്നത നേതാക്കന്മാർ ഇത്ര ഗൌരവമേറിയ ഒരു കേസിൽ, മോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് അവർ ജയിലിൽ കഴിയുമ്പോഴും അവർക്കെതിരെ പാർട്ടി ഒരു ചെറിയ അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം പ്രതികളെ ഭരണ നേതൃത്വം സംരക്ഷിക്കുകയാണ്, ഭരണകക്ഷി സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷണത്തിന്റെ തണലിൽ മറ്റ് പ്രതികൾക്കും ജയിൽ മോചിതരാകാൻ സാധിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, ഈ കേസിൽ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തെളിവിനെ സാരമായിട്ട് ബാധിക്കും. കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രതിപക്ഷവും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മോഷണ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോഷ്ടിക്കപ്പെട്ട വസ്തു കണ്ടെത്തണം. അത് എവിഡൻസ് ആക്ടിന്റെ ആവശ്യമാണ്, എവിഡൻസ് ആക്ടിന്റെ വ്യവസ്ഥയാണ്. ശബരിമലയിലെ മൂല്യവത്തായ ഒരു വസ്തു നഷ്ടപ്പെട്ട് തിരികെ കിട്ടേണ്ടത് വിശ്വാസികളുടെ ആവശ്യമാണ്. അപ്പോൾ കോഴിക്കോട് ഒരു സ്ത്രീ മാലമോഷണ കേസിൽ പ്രതിയായിട്ട് പോലീസിന്റെ പിടിയിൽപ്പെട്ടു. ഒരു സ്വർണമാല മോഷ്ടിക്കപ്പെട്ട കേസിൽ ആ മാല എന്ന മോഷണ വസ്തു തൊണ്ടി മുതൽ കണ്ടെത്താൻ വേണ്ടി പോലീസ് എന്താ ചെയ്തത്? അവർ എക്സ്റേ നടത്തി, സ്കാനിങ് നടത്തി, അവർ വിസർജിക്കുന്നത് കാത്തിരുന്നു. ക്ലോസറ്റിൽ വിസർജിച്ചു എന്ന് വാർത്തകളിൽ വായിച്ചു. പരിശോധന തുടരുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തൊണ്ടി മുതൽ എത്ര വിലയുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതിന് നിയമത്തിന്റെ മുൻപിൽ വളരെ വാല്യൂ ഉണ്ട്. തൊണ്ടി മുതൽ ശേഖരിക്കണം. ഇത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എവിഡൻസ് കണക്ട് ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് ഒന്നൊന്നായി പ്രതികൾ ജയിൽ മോചിതരായിട്ട് തെളിവ് നശിപ്പിക്കുന്നതിനുള്ള സാഹചര്യം പോലും ഇവിടെ ഇന്ന് നിലനിൽക്കുന്നത്. അതില് ജനങ്ങൾക്ക് വലിയ ആകാംക്ഷയും അല്ലെങ്കിൽ പ്രതിഷേധവുമുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ ഒളിച്ചുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SIT വിജയിച്ചിട്ടില്ല ഈ കാര്യങ്ങളിൽ. അന്വേഷണം കുറെ കൂടി സുതാര്യമാക്കണം, ഫലപ്രദമാക്കണം, കുറ്റമറ്റതാക്കണം എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആരംഭം മുതലേ ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ LDF-ന്റെ കൺവീനർ പോലും അറിഞ്ഞില്ലെന്നാ പറയുന്നത്. ഞങ്ങൾ എങ്ങനെ അറിയും? ഇവരുടെ മദ്യനയം ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രതിപക്ഷത്തിന്റെ തലയിൽ ഇത് കെട്ടിവെക്കേണ്ട. ഭരണകക്ഷിക്ക് തന്നെയാണ്, മന്ത്രിക്ക് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം. പാലക്കാട്ടെ ബ്രൂവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മന്ത്രിയെ ഞങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തിയവരാണ്. പ്രതിപക്ഷത്തെ പഴിയാരി രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ല. പ്രതിപക്ഷത്തിന് ഇതിൽ യാതൊരു അറിവുമില്ല, യാതൊരു പിന്തുണയും ഇക്കാര്യത്തിലില്ല. ഈ കുറ്റ്യാടിയിലുള്ള ഒരു കയ്യാങ്കളിയിലെ ഷാഫിക്ക് ആദ്യം പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നത് വിഷമായി കാണുമെന്നാണ് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്.